everyone, NTA UGC in December 2021 and June 2022 merge cycles commerce shift 3 ചോദിച്ചിരിക്കുന്ന പേപ്പർ 1 ചോദ്യങ്ങളും ഫൈനൽ ആൻസർ കീയിൽ അതിന് കൊടുത്തിട്ട് ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഷിഫ്റ്റിൽ പൊതുവേ ഒന്ന് പരിശോധിച്ചാൽ ഒരു മോഡറേറ്റ് ലെവലായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്വസ്റ്റ്യൻസ് വെയർ നോട്ട് ദാറ്റ് ഈസി, പക്ഷേ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റുമായിരുന്നു. ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഓരോ മൊഡ്യൂൾ വൈസ് ഈ ഒരു പെർട്ടിക്കുലർ ഷിഫ്റ്റിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഫൈനൽ ആൻസർ കീയിലുള്ള ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ ഫൈനൽ ആൻസേഴ്സ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ കൊമേഴ്സ് ഷിഫ്റ്റ് 3 പേപ്പർ 1 ചോദ്യങ്ങളും ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻസിന് വന്നിരുന്ന ആൻസേഴ്സും ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സെഷനിൽ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ICT എന്ന മൊഡ്യൂളിലെ ചോദ്യങ്ങളായിരിക്കും ഫോക്കസ് ചെയ്യാം. സോ ഹിയർ ഹാവ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is the act of obtaining a password or other confidential information from a person within an organization by using unauthorized means such as feigning an emergency situation? And we have the options: social engineering, Trojan horse, password crack, stepping stone attack. സോ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഇൻഫർമേഷൻ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള മീൻസിലൂടെ ഗ്യാദർ ചെയ്യുന്ന പല ഇൻസ്റ്റൻസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഇപ്പോൾ ട്രോജൻ ഹോഴ്സ് പോലുള്ള സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ത്രെറ്റ്സ് ഒക്കെ ICTയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അത്യാവശ്യം ചോദ്യങ്ങൾ മിക്ക ഷിഫ്റ്റിലും കാണാൻ കഴിയുന്ന ഒരു ഏരിയ കൂടിയാണ്. സോ ഈ ചോദ്യത്തിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഫൈനൽ ആൻസർ കീഴിൽ തന്നിരുന്നത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഇസ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദി ആക്ട് ഓഫ് ഒബ്റ്റെയിനിങ് എ പാസ്വേഡ് ഓർ അതർ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഫ്രം എ പേഴ്സൺ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ by using unauthorized means such as feigning an emergency situation. Moving to the next question, arrange the following different types of computer networks in an ascending order on the basis of geographical area implied. And we have various options given here as well. So ഇത് വളരെ നമുക്ക് ICT എന്ന മൊഡ്യൂൾ പരിശോധിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി എപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏരിയ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ നെറ്റ്വർക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. അതോടൊപ്പം തന്നെ യൂഷ്വൽ പാറ്റേണിൽ ഇവിടുന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് തന്നിട്ട് അത് കവർ ചെയ്യുന്ന ഏരിയ ജോഗ്രഫിക്കൽ ഏരിയനെ ബേസ് ചെയ്ത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അതിനെ കൃത്യമായി സീക്വൻസ് ചെയ്യുക, കറക്റ്റ് ഓർഡർ ഐഡൻറ്റിഫൈ എന്നുള്ള ചോദ്യങ്ങൾ പൊതുവിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. യൂഷ്വൽ പാറ്റേൺ ഒരു ചോദ്യം തന്നെയായിട്ട് നമുക്കിതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. സോ വേരിയസ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓർഡർ ഏതാണ്, അസെൻഡിങ് ഓർഡർ ആണോ ഡിസെൻഡിങ് ഓർഡർ ആണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കാം. സോ ഈ ക്വസ്റ്റ്യനിൽ അസെൻഡിങ് ഓർഡർ ആണ്. അപ്പോൾ ജോഗ്രഫിക്കൽ ഏരിയ ചെറുതിൽ നിന്ന് വലുതിലേക്ക് കവർ ചെയ്യാൻ സാധിക്കുന്ന നെറ്റ്വർക്ക് ടൈപ്സ് ഏതാണെന്നുള്ള സീക്വൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ ഏതായിരിക്കും? ഒബ്വിയസ്ലി ഓപ്ഷൻ സി ആണ് അല്ലേ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, LAN ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. ദെൻ വി ഹാവ് ഓപ്ഷൻ എ, ദെൻ വി ഹാവ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അങ്ങനെയാണെങ്കിൽ CAB എന്നുള്ള സീക്വൻസ് ആണ് റൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. CAB is option C. So the right answer is option C itself. Moving to the next question, given below are 2 statements with regard to websites, and we have 2 statements given here as well. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്വിറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ബ്ലോഗ്സിനെ കുറിച്ചിട്ടൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ട്വിറ്റർ അലൗസ് യൂസേഴ്സ് ടു സെൻഡ് സ്മോൾ പോസ്റ്റ് നോൺ as tweets up to 140 characters in length. Statement 2 says by default blogs display post in chronological order on the home page with the earlier post at the top. And യൂഷ്വൽ പാറ്റേണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ തരുന്ന അതേ ഓപ്ഷൻസ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and statement 2 are true. Both statement 1 and statement 2 are false. Statement 1 is true but statement 2 is false. And finally statement 1 is false but statement 2 is true. സോ ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and statement 2 are false. രണ്ടിനകത്തും മിസ്റ്റേക്ക് ഉണ്ട്. സോ അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഫൈനൽ ആൻസർ കീഴിൽ തന്നിരുന്നതും ഓപ്ഷൻ ബി തന്നെയാണ്. Moving to the next question, with respect to RAM and ROM, which of the following statements are true? So types of memory അല്ലെങ്കിൽ RAM, ROM, cache, അതുപോലെ CPU registers, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. ഫ്രീക്വൻ്റ്ലി ICTയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന മേഖല കൂടിയാണ്. സോ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ ഒരു ജനറൽ പാറ്റേൺ പരിശോധിച്ചാൽ ഇങ്ങനെ ഇത്തരത്തിൽ RAM and ROM റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമായിട്ട് ഇത് ഉൾപ്പെടുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മെമ്മറി അതിനെ കൃത്യമായി സീക്വൻസ് ചെയ്യുക, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ അതിൻ്റെ ആക്സസ് ചെയ്യാനുള്ള സ്പീഡ്
അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെമ്മറി ടൈപ്സ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രൈമറിലി റാം ആൻഡ് റോങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിരിക്കുകയാണ്. സോ ഇതിൽ നിന്ന് ട്രൂ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായി ഈ മെമ്മറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ROM is real optical memory. RAM stores the instructions you are currently working on. ROM stores the BIOS. RAM allows the user to read and write data. Both RAM and ROM lose their data when the power is turned off. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻ എ തെറ്റാണ് അല്ലേ. റോമിന്റെ ഫുൾ ഫോം റിയൽ ഒപ്റ്റിക്കൽ മെമ്മറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് റോങ്. റീഡ് ഓൺലി മെമ്മറി ആണ് അതിന്റെ ഫുൾ ഫോം നമുക്കറിയാം. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ അവിടെ എലിമിനേറ്റ് ചെയ്യാം. സോ എ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ എ സി ഓപ്ഷൻസ് എന്തായി നിങ്ങൾക്ക് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം എയിലും സിയിലും എ ഓപ്ഷൻ ഉണ്ട്. എ തെറ്റായിട്ടുള്ള ഓപ്ഷനാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വരുന്നൊരു കോമ്പിനേഷൻ എന്തായാലും ഉത്തരമായിട്ട് വരില്ല. So then we have to consider option B and D. B, D ആണ് ഈ റിമൈനിങ് ആയിട്ടുള്ളത്. സോ ബിയിലും ഡിയിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ബി ഓപ്ഷനിലും ഡി ഓപ്ഷനിലും കോമൺ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? സിയും ഡിയും അവിടെ കോമൺ ആണ് അല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബിയും ഇയുമാണ്. ബിയും ഇയും എടുത്തിട്ട് അതിൽ ഏതാ റൈറ്റ് എന്ന് നോക്കിയാൽ പോരാ. ബി ഓപ്ഷൻ എന്താ? RAM stores the instructions you are currently working on and E says both RAM and ROM lose their data when the power is turned off. ഈ പവർ ടേൺ ഓഫ് ചെയ്യുന്നതായിട്ടുള്ള ഐഡിയ ഏതാ? വോളറ്റൈൽ ആണോ നോൺ വോളറ്റൈൽ ആണോ മെമ്മറി എന്നുള്ളത് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ എനിവേ ഈ ഓപ്ഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കോമ്പിനേഷൻ ഏതാണ്? ബി, സി ആൻഡ് ഡി ഒള്ളി ആണ്. ബി, സി ആൻഡ് ഡി ഒള്ളി ഈസ് ഓപ്ഷൻ ബി. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ മെത്തേഡ്സ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഈ മെമ്മറി ടൈപ്സിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ യു കൻ ആക്ച്വലി ഈസിലി സ്കോർ മാർക്സ്. അങ്ങനെ ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ICT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന മൊഡ്യൂളിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1ൽ നമുക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2ൽ കുറച്ച് ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുകയാണ്. സോ ലിസ്റ്റ് 1ലുള്ളത് എന്തൊക്കെയാണ്? ഹബ്, ജോയ്സ്റ്റിക്, നോട്ട് പാഡ് ആൻഡ് ആൻഡ്രോയിഡ്. ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇൻപുട്ട് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 2 is ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 3 is നെറ്റ്വർക്ക് ഡിവൈസ്. 4 is ടെക്സ്റ്റ് എഡിറ്റർ. സോ ഈസി ആയി നമുക്ക് അത്യാവശ്യം ഇതോടൊക്കെ എക്സ്പോഷർ ഉള്ള ആളുകൾക്ക് ഈസി ആയി തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഹബ് ഏതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? ഒബ്വിയസ്ലി നെറ്റ്വർക്ക് ഡിവൈസ് ആണ് അല്ലേ. സോ എ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 3. ബി എന്താ? ജോയ്സ്റ്റിക് എന്ന് പറയുമ്പോൾ അത് ഏതുമായിട്ടാണ് കണക്റ്റഡ് ആവുക? ഒബ്വിയസ്ലി ഓപ്ഷൻ 1 ഇൻപുട്ട് ഡിവൈസ് ആണ്. സോ എ 3 ആണ്. ബി 1 ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. നോട്ട് പാഡ് എന്താണ്? നോട്ട് പാഡ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 4 ടെക്സ്റ്റ് എഡിറ്റർ ആണ്. ആൻഡ്രോയിഡ് ഏതാ? ആൻഡ്രോയിഡ് ക്യാൻ ബി അസോസിയേറ്റ് വിത്ത് ഓപ്ഷൻ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ. സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ അതൊക്കെ പഠിക്കുന്നതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A3, B1, C4, D2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. A3, B1, C4, D2 is option C. So the right answer is option C itself. Moving to the next set of questions. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോജിക്കൽ റീസണിംഗ് എന്ന മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ്. So here you have the first question. The standard form categorical preposition of roses are fragrant as. And we have the options: some roses are fragrant, some fragrant things are not roses, no fragrant things are roses, all roses are fragrant things. So നമുക്കറിയാം ലോജിക്കൽ റീസണിംഗ് നമ്മൾ പഠിക്കുന്ന സമയത്ത് 4 ടൈപ്സ് ഓഫ് പ്രപ്പോസിഷൻസ് അല്ലെങ്കിൽ 4 ടൈപ്സ് ഓഫ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഓൾ SSP, നോ SSP, സം SSP ആൻഡ് സം SS നോട്ട് P. ഇതാണ് 4 ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് വേണമെങ്കിൽ ഇതാണ് സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ നമുക്ക് പറയാൻ സാധിക്കും. ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, റോസസ് ആർ ഫ്രേഗ്രന്റ്. സോ റോസസ് ആർ ഫ്രേഗ്രന്റ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രപ്പോസിഷന്റെ കാറ്റഗോറിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ നമുക്ക് എങ്ങനെ റോസസ് ആർ ഫ്രേഗ്രന്റ് എന്ന് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് സ്ക്വയർ ഓഫ് പ്രപ്പോസിഷൻ അല്ല, നമുക്ക് ഈ ടൈപ്സ് ഓഫ് പ്രപ്പോസിഷൻസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഈസി ബേസിക് ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതൊരു യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾ റോസസ് ആർ fragrant things. Moving to the next question. Match the following again. Square of opposition ആണ്. നിങ്ങൾ ഇതിന് മുമ്പുള്ള പല ഷിഫ്റ്റുകൾ എടുത്ത് നോക്കിയാൽ നമ്മൾ ഇതിന് മുമ്പും പല ഷിഫ്റ്റുകളുടെ എക്കണോമിക്സ്, ഇംഗ്ലീഷ്, അതുപോലെ കൊമേഴ്സിൻ്റെ തന്നെ മറ്റ് ഷിഫ്റ്റുകളൊക്കെ നമ്മൾ പരിശോധിച്ചു. വളരെ കോമൺ ആയിട്ട് നമുക്ക് ചോദ്യം വരുന്ന ഒരു മേഖലയാണ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് തവണ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളതുമാണ്.
ഈ ക്വസ്റ്റനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ട് ലിസ്റ്റ് 1 നമുക്ക് ചില സിനാരിയോസ് തന്നിരിക്കുകയാണ്. എ ബീങ് ഗിവൻ ഫാൾസ്, ഇ ബീങ് ഗിവൻ ഫാൾസ്, ഐ ബീങ് ഗിവൻ ഫാൾസ് ആൻഡ് ഓ ബീങ് ഗിവൻ ഫാൾസ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ലിസ്റ്റ് 2 തന്നിരിക്കുന്നത്. ഇ ഈസ് ഫാൾസ്, ഇ ഈസ് ട്രൂ, ഐ ഈസ് അൺഡിറ്റർമൈൻഡ്, ഐ ഈസ് ട്രൂ. സോ ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണം, അല്ലാതെ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായി സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സോ ഈ സെഷനിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റൻസും ഫൈനൽ ആൻസർ കീയിലുള്ള അതിന്റെ റൈറ്റ് ആൻസേഴ്സുമാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ അനാലിസിസ് വീഡിയോയുടെ ഭാഗമായിട്ടും മാരത്തൺ വീഡിയോസിന്റെ ഭാഗമായിട്ടൊക്കെ ഈ ഐഡിയാസ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ വേണ്ട ഐഡിയാസിനെ കുറിച്ച് അവിടെയൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ആ ഏരിയ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. സോ എനിവേ ഇതിന്റെ റൈറ്റ് ആൻസർ ഫൈനൽ ആൻസർ കീയിൽ തന്നിരുന്നത് ഓപ്ഷൻ ബി ആണ്, A3, B4, C2 and D1. Moving to the next question, which one of the following formal fallacies is committed in the given argument? And the argument is all athletes are sports person, no actor is an athlete, therefore no actors are sports person. സോ നിങ്ങൾ ലോജിക്കൽ റീസണിങ് എസ് എ മൊഡ്യൂൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫാലസീസ് എന്ന് പറയുന്നത്. അത് വെസ്റ്റേൺ ലോജിക് റിലേറ്റഡ് ആയാലും ഇന്ത്യൻ ലോജിക് റിലേറ്റഡ് ആയാലും. സോ ഈ ഫാലസീസിൽ തന്നെ വെൻ യു കൺസിഡർ ദിസ് വെസ്റ്റേൺ ലോജിക്, അതിനെക്കുറിച്ച് നിങ്ങൾ സ്പെസിഫിക്കലി നോക്കിയാൽ ഫാലസീസ് തന്നെ നമുക്ക് ഫോർമൽ ഫാലസീസ് ഉണ്ട്, ഇൻഫോർമൽ ഫാലസീസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഫാലസി എന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും നിങ്ങളുടെ ഷിഫ്റ്റിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പൊതുവിലുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൻ്റെ ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഷിഫ്റ്റിലും തന്നെ ഫാലസി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. മേ ബി ഒരു പക്ഷേ നിങ്ങൾക്ക് ഫോർമൽ ഫാലസിയിൽ നിന്നായിരിക്കാം ചോദിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫോർമൽ ഫാലസിയിൽ നിന്ന് ചോദിക്കാം. ഈ ഫോർമൽ ഫാലസി വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. ഫോർമൽ ഫാലസി വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിലാണ് അവർ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമൽ ഫാലസിയുടെ ടൈപ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. സോ നമ്മളുടെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലും മലയാളം യൂട്യൂബ് ചാനലിലും കൂടി ആയിട്ട് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമൽ ഫാലസീസിൻ്റെ ടൈപ്സും നമ്മൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അത് പഠിക്കാനായിട്ട് അതിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം ഫോർ ഫർദർ സ്റ്റഡീസ് ആൻഡ് ഡീറ്റെയിലിംഗ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഇസ് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് പ്രോസസ് ഓഫ് മേജർ ടേം. സോ ഈ മേജർ ടേം അല്ലെങ്കിൽ ഇല്ലിസിറ്റ് മേജർ, ഇല്ലിസിറ്റ് മൈനർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. മലയാളം യൂട്യൂബ് ചാനലിൽ നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ടേം റിലേറ്റഡ് ആയിട്ടുള്ള ഫാലസിയെ കുറിച്ചുള്ള ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് റെഫർ ടു ദോസ് വീഡിയോസ്. സോ അതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഐഡിയാസ് മനസ്സിലാവും. ഈ ഫാലസീസ് അല്ലെങ്കിൽ ഫോർമൽ ഫാലസീസ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ പോലെയുള്ള ഐഡിയാസും കൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ വീഡിയോസ് ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Moving to the next question. Which of the following pramanas are accepted as valid by Nyaya Vikas? And we have the options perception, inference, presumption, verbal testimony and comparison. So ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ ലോജിക് നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നെക്സ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ വരുന്നൊരു ഏരിയ ആണ് പ്രമാണാസ് എന്നുള്ളത്. സോ പ്രമാണാസ് എന്ന് പറഞ്ഞാൽ വാലിഡ് ആയിട്ട് നമ്മളുടെ ഈ ലോകത്തെക്കുറിച്ച് വാലിഡായി നോളജ് ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന വാലിഡ് സോഴ്സസിനെയാണ് നമ്മൾ പ്രമാണാസ് എന്ന് പറയാം. 6 പ്രമാണാസ് ആണ് നമുക്ക് അങ്ങനെ പഠിക്കാനായിട്ടുള്ളത്. സോ നമുക്ക് പ്രത്യക്ഷ, അനുമാൻ, ഉപമാൻ, അങ്ങനെ 6 പ്രമാണാസ് നിങ്ങൾക്ക് ഇന്ത്യൻ ലോജിക്കിന്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. സോ പ്രമാണാസ് പഠിക്കുന്ന സമയത്ത് ഈ 6 പ്രമാണാസ് പഠിച്ചാൽ മാത്രം പോരാ. ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി, നിങ്ങൾ ഇന്ത്യൻ ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്കൂൾസ് ഉണ്ട്. ആ സ്കൂൾസിൽ അവർ ഓരോരുത്തരും അക്സെപ്റ്റ് ചെയ്യുന്ന പ്രമാണാസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണമെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ്സ് സേ ഇപ്പോൾ ബുദ്ധിസം അക്സെപ്റ്റ് ചെയ്യുന്ന വാലിഡ് സോഴ്സസ് ഓഫ് നോളജ് എന്തൊക്കെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ജൈനിസം അക്സെപ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, ന്യായ ഫിലോസഫി അക്സെപ്റ്റ് ചെയ്യുന്ന വാലിഡ് സോഴ്സസ് ഓർ പ്രമാണാസ് ഏതൊക്കെയാണ്. ആ രീതിയിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു മേഖലയിൽ അത്യാവശ്യമാണ്. യൂഷ്വലി ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാനുള്ള അതിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക ഷിഫ്റ്റുകൾ അല്ലെങ്കിൽ പൊതുവിൽ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ഇന്ത്യൻ ലോജിക്കിലെ മേഖലകളിൽ ഒന്നായിട്ട് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ന്യായ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രമാണാസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും അതോടൊപ്പം തന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന
ഒരു സെഷൻ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. യു ക്യാൻ ജസ്റ്റ് റെഫർ ടു ദാറ്റ് വീഡിയോ. സോ എനിവേ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് വേരിയസ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പെർസെപ്ഷൻ, ഇൻഫറൻസ്, പ്രിസംഷൻ, വെർബൽ ടെസ്റ്റിമണി ആൻഡ് കമ്പാരിസൺ. സോ ഇതിനകത്ത് പ്രിസംഷൻ ഒഴികെ ബാക്കി 4 പ്രമാണാസും ന്യായ ഫിലോസഫി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ A, B, D, E ആയിരിക്കണം ഇതിന്റെ റൈറ്റ് ആൻസർ. A, B, D and E only is option C. So the right answer is option C itself. Moving to the next question, given below are 2 statements. Statement 1 says in Anvay Vyathreki, middle term is both positively and negatively related to the major term. Statement 2 says the knowledge of Vyapti in Anvay Vyathreki is arrived at through the joint method of agreement in presence and in absence. ഓക്കെ, സോ ഈ ക്വസ്റ്റിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നിന്നുള്ള ക്വസ്റ്റിനകത്ത് ടൈപ്സ് ഓഫ് അനുമാൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സോ അനുമാൻ റിലേറ്റഡ് ആയിട്ടും പല അനുമാൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫറൻസ് നമുക്ക് ഇന്റർലോജിക്കിൻ്റെ ഭാഗമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വി ഹാവ് ദസ് നമുക്ക് ശേഷ്വത്, പൂർവവത് അനുമാനുണ്ട്. അതുപോലെ തന്നെ കേവൽ അൻവയ അനുമാൻ, കേവൽ വ്യതിരേക്കി അനുമാൻ, അതുപോലെ അൻവയ വ്യതിരേക്കി അനുമാൻ. ഇതൊക്കെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഈ അനുമാൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫറൻസിനെ തന്നെ പല ബേസിസിൽ നമുക്ക് പല ഗ്രൂപ്പുകളായി ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടൈപ്സ് ഓഫ് അനുമാനം നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. കാരണം ക്വസ്റ്റ്യൻസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അൻവയ വ്യതിരേക്കി അനുമാനിൽ നിന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. അൻവയ വ്യതിരേക്കി ബേസിക്കലി വ്യാപ്തിയെ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യാപ്തി ആസ് എ കോൺസെപ്റ്റ് എടുത്താൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അനുമാനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ 3 അനുമാൻ അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് ഇൻഫറൻസ് ആണ് നമുക്കുള്ളത്. കേവൽ അൻവയ അനുമാൻ, കേവൽ വ്യതിരേക്കി അനുമാൻ, അൻവയ വ്യതിരേക്കി അനുമാൻ. സോ ഇവിടെ വ്യാപ്തിയുടെ അല്ലെങ്കിൽ ആ ഓരോ അനുമാന്റെ ആർഗ്യുമെന്റിലും വ്യാപ്തിയുടെ നേച്ചർ എന്താണെന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുക. So in Anvay Vyathreki Anuman, middle term is both positively and negatively related to the major term. That is true. And statement 2 says the knowledge of Vyapti in Anvay Vyathreki is right. And through the joint method of agreement in presence and in absence. 2 statementuകളും ശരിയാണ്. So both statement 1 and statement 2 are true is the right answer. That is option A. Moving to the next question. So ഇനിയുള്ള 5 questions Research Aptitude എന്ന മൊഡ്യൂളിൽ നിന്നാണ്. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് ആദ്യമായിട്ട് നമുക്കുള്ളത്. ലിസ്റ്റ് 1-ൽ റിസർച്ച് മെത്തഡോളജീസും ലിസ്റ്റ് 2-ൽ അതുമായി റിലേറ്റ് ചെയ്യുന്ന അപ്രോച്ചസ് അല്ലെങ്കിൽ ബിലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ലിസ്റ്റ് 1 നമുക്ക് നോക്കാം. സോഴ്സ് ക്രിറ്റിസിസം, positivism, interpretivism and post-positivism. And in list 2, we have the observer is a part of what is being observed. Reality cannot be known with certainty. The process of evaluating the qualities of origin of information. Human interests are irrelevant. So, ഇതിനകത്ത് സോഴ്സ് ക്രിറ്റിസിസം നമുക്ക് എന്തുമായി റിലേറ്റ് ചെയ്യാം? The process of evaluating the qualities of origin of information. അതാണ് സോഴ്സ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സോ എ എന്ന് പറയുന്നത് 3 ആണ്. അത് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. എനിവേ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കാം. പോസിറ്റിവിസം എന്താ അവിടെ ഫോക്കസ് ചെയ്യുന്നത്? പോസിറ്റിവിസം നമ്മളൊരു അപ്രോച്ച് ഒക്കെ ആയിട്ട് റിസർച്ചിൽ പറയാറുണ്ട്. ഇറ്റ്സ് സ്കൂൾ ഓഫ് ഫിലോസഫി ബേസിക്കലി, അല്ലെങ്കിൽ ഒരു ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. എനിവേ പോസിറ്റിവിസം നമുക്ക് എന്തുമായി റിലേറ്റ് ചെയ്യാം? ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആർ ഇറലവൻറ്റ്. Interpretivism or C can be associated with option 1. The observer is the part of what is being observed. പോസ്റ്റ് പോസിറ്റിവിസം എന്ന് പറയുന്നത് പോസിറ്റിവിസത്തിന്റെ ഓപ്പോസിറ്റ് ഒരു ഐഡിയ ആണ്. ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസം ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 2. റിയാലിറ്റി കനോട്ട് ബി നോൺ വിത്ത് സർട്ടനിറ്റി. സോ അങ്ങനെയാണെങ്കിൽ ഏതാണ് റൈറ്റ് ആൻസർ? A3, B4, C1 and D2. That is option C. So the right answer for this question is option C itself. Moving to the next question. Which of the following represent the quantitative research methodology? And we have the options 1-to-1 interview, survey research, focus groups, correlation research and descriptive research. So ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ അസോസിയേറ്റ് ചെയ്ത് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജീസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ. സോ ഒബ്വിയസ്ലി നമുക്കറിയാം 1-to-1 ഇന്റർവ്യൂ അതുപോലെ തന്നെ ഫോക്കസ് ഗ്രൂപ്പ്സ് ഒക്കെ കുറച്ചും കൂടെ ക്വാളിറ്റേറ്റീവ് മെത്തഡോളജിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ 2 ഓപ്ഷൻസ് അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. എയും സിയും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് കിട്ടും? സർവേ റിസർച്ച്, കോറിലേഷൻ റിസർച്ച് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. സോ BDE ആണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജീസിന്റെ ഭാഗമായിട്ട് വരേണ്ടത്. സോ BDE only is option B. So the right answer is option B itself. Moving to the next question, relics such as fingerprints are considered credible by which of the following research methodology? And we have the options experimental, quantitative, historical and descriptive. So ഈ ടൈപ്സ് ഓഫ് റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ്. അതുമായി റിലേറ്റ് ചെയ്ത് തന്നെ വരുന്ന ക്വസ്റ്റ്യൻസിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് എന്താണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ തരുന്ന ക്വസ്റ്റ്യൻസിനെ ഈ ടൈപ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാനായിട്ട് കൂടി പറ്റണം.
സോ അത് നിങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ പ്രൈമർലി ഈ ഓരോ ടൈപ്സിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസിനോട് ഒരു നല്ല ഫെമിലിയാരിറ്റി ഉണ്ടാവുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്കിൽ മാത്രം നമുക്ക് ആ കോൺസെപ്റ്റ്സ് കുറച്ചും കൂടെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ്സിൽ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ആൻഡ് ഓൾസോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കുള്ളൂ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് റിസർച്ചസ് തന്നെയാണ് നമുക്ക് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ? ഫിംഗർ പ്രിൻറ്റ്സ് പോലുള്ള കാര്യങ്ങൾ ഏത് റിസർച്ച് മെത്തഡോളജിയുടെ ഭാഗമായിട്ടാണ് ഒരു ക്രെഡിബിൾ സോഴ്സ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കുന്നതെന്നാണ് ചോദ്യം. The right answer for this question is option C, that is historical. Okay, moving to the next question. Which of the following referencing style is used for research in the field of business, history and arts? സോ ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് തീസിസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ തീസിസ് റൈറ്റിംഗിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുക ഈ റെഫറൻസിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി, വർക്ക്സ് റൈറ്റഡ്, അതിൻ്റെ ഒക്കെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി നമ്മളിവിടെ ഫോക്കസ് ചെയ്യുക. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പൊതുവേ നമുക്ക് അത്യാവശ്യം ആൻസർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. എനിവേ ഈ ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ബിസിനസ്, ഹിസ്റ്ററി, ആർട്സ് പോലെയുള്ള മേഖലകളിലെ റിസർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെഫറൻസിങ് സ്റ്റൈൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഫൈനൽ ആൻസർ കീയിൽ ഇരുന്ന് തന്നിരുന്ന ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഇസ് MLA സ്റ്റൈൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. While developing a consent form, an explanation of the purpose of the study, the reason for the selection of the participants should be explicit. Statement 2 says, however, there is no need to give a description of any potential risk to the participants. സോ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കൺസെൻറ്റ് ഫോം, നമ്മൾ ഡേറ്റ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടിസിപ്പൻസിന് അതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടോ അത് പരിശോധിക്കാനായിട്ട് ഒരു കൺസെൻറ്റ് ഫോം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ പഠനത്തിൻ്റെ ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ വ്യക്തിയെ ആ ഒരു പെർട്ടിക്കുലർ പഠനത്തിൻ്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്തത്, റീസൺ ഫോർ ദി സെലക്ഷൻ ഓഫ് ദി പാർട്ടിസിപ്പൻസ്, അത് കൃത്യമായിട്ട് പറയണം എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് 1. അത് ശരിയാണ്. Statement 2 എന്താ പറഞ്ഞിരിക്കുന്നത്? However, there is no need to give a description of any potential risk to the participants. So, statement 2 പറയുന്നത് ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ റിസ്ക് അതിനകത്തുണ്ടെങ്കിൽ അത് അവരോട് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്. പക്ഷേ ദാറ്റ് ഇസ് റോങ്. വി ഹാവ് ടു ഇൻഫോം ദം അബൌട്ട് ദി പൊട്ടൻഷ്യൽ റിസ്ക് ആസ് വെൽ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ് നമുക്ക് പറയാം. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ സി. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഫോൾസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയുള്ള 5 ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന മൊഡ്യൂളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന മൊഡ്യൂളിൽ നിന്നും ഈ കൊമേഴ്സിന്റെ ഷിഫ്റ്റ് 3ൽ ചോദിച്ചിരുന്ന ആദ്യത്തെ ചോദ്യം, എക്സെപ്ഷണൽ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വിൽ റിസൾട്ട് ഇൻ. We have the options institutionalization of teaching, noticeable student achievement, change in focus areas of students, manufacturing of consent. So classroom communication വളരെ എക്സലൻ്റ് ആയിട്ടുള്ള എക്സെപ്ഷണൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിച്ചാൽ അതുകൊണ്ടുണ്ടാവുന്ന റിസൾട്ട് എന്താണെന്നുള്ളതാണ് ചോദ്യം. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെങ്കിൽ, എക്സെപ്ഷണൽ ആണെങ്കിൽ ഒബ്വിയസ്ലി അതുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ് കൂടാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ അത് കൂടുന്നത് നമുക്ക് വിറ്റ്നസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒബ്വിയസ്ലി എക്സെപ്ഷണൽ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്തിലേക്കായിരിക്കും ലീഡ് ചെയ്യുക? നോട്ടിസബിൾ സ്റ്റുഡൻറ്റ് അച്ചീവ്മെൻറ്റ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. Moving to the next question, the internet-based communication for learning us, and we have the options isolated, interdependent, interactive, automatic, wide ranging. സോ ഇൻ്റർനെറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലേണിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ലേണിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഐസൊലേറ്റഡ്, ഇൻ്റർഡിപെൻഡൻറ്റ്, ഇൻ്ററാക്റ്റീവ്, ഓട്ടോമാറ്റിക്, വൈഡ് റേഞ്ചിങ് ആണ് ഓപ്ഷൻസ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഇൻ്ററാക്റ്റീവ്, ഓട്ടോമാറ്റിക്, വൈഡ് റേഞ്ചിങ്, CDE ഒള്ളിയാണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. Moving to the next question, statement question ആണ്. 2 statements ആണ് നമുക്ക് തന്നിരിക്കുന്നത്. Statement 1 says, through attention frame, it is possible to assess the rate at which communicated content is brought to the notice of the people. Statement 2 says, in modern societies, the attention frames are uniform, unrefined and non-interactive when all the frames available in the world are taken into account. So, ഇതിൻ്റെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. അറ്റൻഷൻ ഫ്രെയിമിലൂടെ കൃത്യമായി നമുക്ക് എന്ത് അസസ് ചെയ്യാനായിട്ട് സാധിക്കും? കമ്മ്യൂണിക്കേറ്റഡ് കോണ്ടന്റ് കൃത്യമായി ആളുകളിലേക്ക് എത്തുകയോ, അല്ലെങ്കിൽ ദ റേറ്റ് അറ്റ് വിച്ച് കമ്മ്യൂണിക്കേറ്റഡ് കോണ്ടന്റ് ഇസ് ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദ പീപ്പിൾ. സ്റ്റേറ്റ്മെന്റ് 2 പക്ഷെ തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇൻ മോഡേൺ സൊസൈറ്റീസ് ദി അറ്റൻഷൻ ഫ്രെയിംസ് ആർ യൂണിഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ
unrefined and non-interactive when all the frames available in the world are taken into account. So that is a wrong statement. So in the final answer key, the right answer is option C. That is statement 1 is true, but statement 2 is false. Moving to the next question, given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion statement says the understanding of communication as a ritual is not a radical view, and the reason says the hegemonic view of transmission of communication is no longer valid. So, this particular question you parishodichal, this is the statement. In the final answer key option option D. So, this is assertion the statement false. Reason I കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. സോ എ ഇസ് ഫോൾസ് ബട്ട് ആർ ഇസ് ട്രൂ. സോ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ നമുക്കത് ഒന്നൊന്നിന്റെ റീസൺ ആണോ അല്ലയോ എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. രണ്ടും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ആ ഒരു തോട്ടിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. എനിവേ the final answer for this question was option D. A is false but R is true. Moving to the next question, communicationലെ final question ആണ്. Identify the correct sequence of barriers to effective communication. So, barriers to effective communication വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കുറച്ച് ബാരിയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സീക്വൻസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ആയിട്ടാണ് ക്വസ്റ്റ്യൻ. സോ എന്തൊക്കെയാണ് ബാരിയേഴ്സ്? ഫിസിക്കൽ, പെർസെപ്ച്വൽ, ഇമോഷണൽ, കൾച്ചറൽ ആൻഡ് ഫൈനലി സെമാൻറ്റിക്. സോ ഇതിൻ്റെ റൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. A, B, C, D, E ആണ്. സോ ഫിസിക്കൽ, പെർസെപ്ച്വൽ, ഇമോഷണൽ, കൾച്ചറൽ ആൻഡ് സെമാൻറ്റിക് എന്നുള്ളതാണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള സീക്വൻസ്. question, teaching aptitude ആണ് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. A drawing that charts the relationships among ideas is known as divergent thinking, concept map, episodic memory and embodied cognition. So നമ്മൾ ഡിഫറെൻറ്റ് ഐഡിയാസ് തമ്മിലുള്ള റിലേഷൻഷിപ്സിനെ ഒരു ചാർട്ടിൽ നമ്മൾ വരച്ച് കാണിക്കാൻ ശ്രമിച്ചാൽ
അതിനെ എന്താ വിളിക്കുന്നതെന്ന ക്വസ്റ്റ്യൻ. സോ ഇറ്റ്സ് എ വെരി ഈസി ജനറൽ ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് കോൺസെപ്റ്റ് മാപ്പ്. Next question, cyclical phases sub-processes of self-regulated learning model by Zimmerman operate as. And we have the options: task analysis, self-motivation beliefs, self-control, self-observation, self-judgment and self-reaction. So the right answer for this question is option A, A, B, C, D, E, F. അതാണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ഫേസസ് എന്ന് പറയുന്നത്. Moving to the next question, statement question ആണ്. Statement 1 says extrinsically motivated students are driven by rewards and praise. Statement 2 says intrinsically motivated students engage with the subject for the personal satisfaction it brings. So ഈ motivation തന്നെ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. We have intrinsic motivation as well as extrinsic motivation. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യാനായിട്ടുള്ള അതിന് പുറകിലുള്ള മോട്ടിവേഷൻ പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഘടകമാണെങ്കിൽ, ഇപ്പം മറ്റൊരാൾ നമുക്ക് തരുന്ന എന്തെങ്കിലും റിവാർഡ്, അല്ലെങ്കിൽ നമുക്ക് ലെറ്റ്സ് സേ നിങ്ങളിപ്പോൾ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യം ആ കോമ്പറ്റീഷന് ഒരു പ്രൈസ് വിൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം ആ എക്സാം എഴുതി ആ എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾ അവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. സോ അവിടെയൊക്കെ എക്സ്ട്രിൻസിക് ആയിട്ടാണ് നമുക്ക് അതിൻ്റെ, അല്ലെങ്കിൽ ആ മോട്ടിവേഷൻ എക്സ്ട്രിൻസിക് ആണെന്ന് നമുക്ക് പറയാം. അവിടെ നമുക്ക് പുറത്തു നിന്നുള്ള എന്തെങ്കിലും റിവാർഡ്സോ പ്രൈസസോ ഒക്കെ ആയിരിക്കും നമ്മളെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗോൾസ് ഒക്കെ ആയിരിക്കും നമ്മളവിടെ ഇൻസ്പയർ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യില്ലേ, നമുക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കത് സെൽഫ് മോട്ടിവേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആ മോട്ടിവേഷൻ വരുന്നത്. അതിനെയാണ് ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറയാം. സോ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇനി നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 1 says extrinsically motivated students are driven by rewards and praise. ഒരു സ്റ്റുഡൻറ്റ് ഇതൊരു ടീച്ചിങ് ലേണിംഗ് ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റിലേക്ക് ആ മോട്ടിവേഷനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും റിവാർഡ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലതാണ് അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും അവർ കാര്യം ചെയ്യുക. So they are known as extrinsically motivated student. Intrinsically motivated students-ന്റെ പ്രത്യേകത എന്താ? അവർ എന്തുകൊണ്ടാണ് ഒരു കാര്യം പഠിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരൊരു കാര്യം ചെയ്യുന്നത്? These students engage with the subject for the personal satisfaction it brings. അവർക്ക് ആ സബ്ജക്റ്റ് അത്ര ഇഷ്ടമായതുകൊണ്ട് അവർ പഠിക്കുന്നു. ഓക്കെ, സോ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ആ രീതിയിൽ കറക്റ്റ് ആണ്. So both statement 1 and statement 2 are true ആണ് right answer. That is option A. The next question from Teaching Aptitude. Identify the tools for shared viewing of visual and other interactive content within real-time environments. So ഇവിടെ നമ്മളോട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ റിയൽ ടൈമിൽ ഒരു ടീച്ചിങ് ലേണിംഗ് സംഭവിക്കുന്ന സമയത്ത് the tools for shared viewing of visual and other interactive content. Visual as well as other contents, interactive contents ഒരേ സമയം നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വെർച്വൽ വൈറ്റ് ബോർഡ്, സ്ലൈഡ് ഷോയിങ്, polling, quizzing and avatars, and the right answer is option A. A, B, C, D ആണ് ഇതിന്റെ right answer. So the final answer key നമുക്ക് ഇത് തന്നെയായിരുന്നു റൈറ്റ് ആയിട്ട് തന്നിരുന്നത്. Final question from this module, match the following ആണ്. List 1 ബിഗ് presage process performance model of learning ആണ് തന്നിരിക്കുന്നത്. List 2 different factors or various factors. And the options are learning outcome, learning focused activities, student characteristics and teaching context. ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ്? പ്രയർ നോളജ് ഉണ്ട്, സാറ്റിസ്ഫാക്ഷൻ, അഫക്റ്റീവ് ഇൻവോൾവ്മെന്റ്, ഓൺഗോയിങ് അപ്രോച്ച് ടു ലേണിംഗ് ആൻഡ് ഫൈനലി അസസ്മെന്റ്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. എ എന്ന് പറഞ്ഞ 2 ആണ്. ലേണിംഗ് ഔട്ട്കം ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ, അഫക്റ്റീവ് ഇൻവോൾവ്മെന്റ്. ഓപ്ഷൻ ബി ലേണിംഗ് ഫോക്കസ്ഡ് ആക്ടിവിറ്റീസ് ഇസ് ഓപ്ഷൻ 3. അതുമായിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുക. ദർ ഇസ് ഓൺഗോയിങ് അപ്രോച്ച് ടു ലേണിംഗ്. സ്റ്റുഡൻറ് ക്യാരക്ടറിസ്റ്റിക്സ് 1 ആണ്. പ്രയർ നോളജ്. ടീച്ചിങ് കോണ്ടെക്സ്റ്റ് ഇസ് ഓപ്ഷൻ 4, ദാറ്റ് ഇസ് അസസ്മെന്റ്. ഓൾറൈറ്റ്, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയുള്ള ചോദ്യങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ഷിഫ്റ്റിൽ പേപ്പർ 1 ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഫൈനൽ ആൻസർ കീയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. First question, Niti Aayog is A or an, and the options are statutory body of Government of India, autonomous body of Government of India, advisory body to Government of India, and executive body of Government of India. So the right answer for this question is option C, that is advisory body. Niti Aayog is an advisory body to Government of India. Moving to the next question, the University Grants Commission was constituted on the recommendation of which of the following? സോ വളരെ ഡിറക്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ കമ്മിറ്റീസ്, കമ്മീഷൻസ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. ഇൻഡിപെൻഡൻസിന് മുമ്പും ഇൻഡിപെൻഡൻസിന് ശേഷവും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മീഷൻസ്, അവരുടെ റെക്കമെൻഡേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഏത് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്
Very direct question. The right answer is option C, that is Radhakrishnan Commission. Moving to the next question, statement question ആണ്. Statement 1 പറയുന്നത് education for environment is a process of inquiry and action on real environmental issues. Statement 2 says children are educated about environmental problems, equality and many other issues without development of skills and attitudes to meet these challenges. So ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഇസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. എഡ്യൂക്കേഷൻ ഫോർ എൻവയൺമെന്റ്, നമുക്ക് ഈ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ, ഇപ്പോൾ ലെറ്റ്സ് എ വാല്യൂ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എൻവയൺമെന്റൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളും ജനറൽ ചോദ്യങ്ങളും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖല കൂടിയാണിത്. സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷൻ ഫോർ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള എൻവയൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ചില ആക്ഷൻ പ്ലാൻസ് തയ്യാറാക്കാനും കാര്യങ്ങൾ ചെയ്യാനായിട്ടും കുട്ടികളെ സഹായിക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടികൾ ഈ രീതിയിൽ എൻവയൺമെന്റൽ പ്രോബ്ലംസ്, ഇക്വാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൃത്യമായി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചലഞ്ചസിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള സ്കിൽസ് അവർക്ക് പലപ്പോഴും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്. ഫൈനൽ ആൻസർ കീഴിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. 29th ക്വസ്റ്റ്യൻ ഹയർ എഡ്യൂക്കേഷനിൽ നിന്നുള്ള അടുത്ത ചോദ്യമാണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡിഫറെന്റ് ആർട്ടിക്കിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്, ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് അതെന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ഓപ്ഷൻസ് നോക്കാം. 45, 30, 15, 3, 2, 39 ഇത്രയുമാണ് ആർട്ടിക്കിൾസ് തന്നിരിക്കുന്നത്. സബ്ജക്ട്സ് എന്തൊക്കെയാണ്? എംപവറിംഗ് ദ സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വിമൻ ആൻഡ് ദർ എഡ്യൂക്കേഷൻ, responsibility of education department of the union territories under the central government, right to free and compulsory education, right of minorities to establish and administer education institutions. So education related ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻസി കുറവാണ്, പക്ഷേ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മേഖല തന്നെയാണ്. ഇതിന്റെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. എ can be associated with option 3, B is 4, C is 1 and D is 2. Moving to the next question. ഇവിടെയും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റുന്ന. ലിസ്റ്റ് 1 നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 അതിന്റെ ലൊക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ. ആൻഡ് ലൊക്കേഷൻസ് മൊഹാലി, അഹമ്മദാബാദ്, വിജയവാഡ, നാഗ്പൂർ കൊടുത്തിട്ടുണ്ട്. ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. A2, B1, C4, D3 ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിൻ്റെ സ്ഥലങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നതും നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് സഹായകരമാണ്. കുറഞ്ഞ പക്ഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചെങ്കിലുമുള്ള ഒരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് അത്ര ഫ്രീക്വൻ്റ് അല്ല, പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു മേഖലയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. Moving to the next question. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് എന്ന മുറ്റുള്ള ചോദ്യങ്ങളാണ്. In 2018, the original framework agreement on establishment of International Solar Alliance was amended to extend the scope of its membership to, and we have various options given here. And ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് പ്രോട്ടോകോൾസ്, കൺവെൻഷൻസ് ഒക്കെ പഠിക്കുക എന്നുള്ളത്. അതിൽ ഇന്റർനാഷണൽ സോളർ അലയൻസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ടും ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇന്റർനാഷണൽ സോളാർ അലയൻസ് അല്ലെങ്കിൽ ISAയുടെ 2018 ഒറിജിനൽ ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് പ്രകാരം ഇതിലേക്കുള്ള മെമ്പർഷിപ്പ് കുറച്ചും കൂടെ അവർ എക്സ്റ്റെൻഡ് ചെയ്തു. നമുക്കറിയാം ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പോകുമ്പം ദ സൺഷൈൻ കൺട്രീസ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആ റീജിയനിലുള്ള കൺട്രീസിനെയൊക്കെ ഫോക്കസ് ചെയ്ത് അവരുടെ ഒരു എഗ്രിമെന്റ് ഒക്കെ ആയിട്ടാണ് ഇത് നിലവിൽ വരുന്നത്. 2018 ഒറിജിനൽ ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് പ്രകാരം ഇതിന്റെ മെമ്പർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തു. ഒരു അമെൻമെന്റിലൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. അത് ആർക്കൊക്കെയാണ് എക്സ്റ്റെൻഡ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ഓൾ മെമ്പർ സ്റ്റേറ്റ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ പ്ലീസ് ഡു റിമെമ്പർ ദിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 സേസ് atmospheric stability is important because it determines the ability of pollutants to disperse vertically in the atmosphere. Statement 2 says in summer season in India, the atmosphere is generally stable. The right answer for this question is option C, that is statement 1 is true, but statement 2 is false. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കീയിൽ ഉണ്ടായിരുന്ന
റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർസനിക് പൊല്യൂഷൻ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഇസ് ഡ്യൂ ടു. പൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പൊല്യൂഷൻ, പൊല്യൂട്ടൻസ് ആൻഡ് ഓൾസോ ദർ ഇമ്പാക്ട്സ് ഓൺ ഹ്യൂമൻ ലൈഫ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ആർസനിക് പൊല്യൂഷൻ, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സർഫസ് വാട്ടർ പൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആർസനിക് പൊല്യൂഷൻ ഗ്രൗണ്ട് വാട്ടർ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഓക്സൈഡ്സ് ഓഫ് ആർസനിക്, സൾഫൈഡ്സ് ഓഫ് ആർസനിക്, acids of arsenic and nitrates of arsenic. The right answer for this question is option C, that is acids of arsenic. Moving to the next question, identify the correct sequence of the following countries in respect of their ranking in Sustainable Development Index 2020. So the current affairs related ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. കുറച്ച് ഓപ്ഷൻസ്, കുറച്ച് രാജ്യങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2020 പ്രകാരം ഈ തന്നിരിക്കുന്ന കൺട്രീസിനെ അതിന്റെ റാങ്കിങ് കറക്റ്റ് സീക്വൻസിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. Last and final question from People and Environment. What is the correct sequence of various components of biogas in terms of their abundance? And we have the options ammonia, hydrogen sulfide, methane and carbon dioxide. The right answer for this question is option B. Moving to the next set of questions, mathematical reasoning and aptitude എന്ന മുറ്റുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കാൽക്കുലേഷൻസിലേക്ക് നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസും ഫൈനൽ ആൻസർ കീയിലെ അതിൻ്റെ റൈറ്റ് ആൻസേഴ്സുമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. സോ നിങ്ങളുടെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. Here you have the first question. 400 students took a mock test. 60% of the boys and 80% of the girls cleared the cutoff in the test. If the total percentage of students clearing the cutoff in the test is 65%, then how many girls appeared in the test? And the right answer for this question that was given in the final answer key was option A, that is 100. Moving to the next question, find the principal if the compound interest is charged on the principal at the rate of 16 and 2/3% per annum for 2 years and the sum becomes rupees 196. So simple interest, compound interest ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. ഫ്രീക്വൻ്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. So make sure that you know how to do the calculations in simple interest and compound interest. So right answer for this question is option B, that is rupees 144. അടുത്ത ചോദ്യം, given below are two statements based on the following. നമുക്കൊരു സിനാരിയോ തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. A car travels 25 km/h faster than a bus for a journey of 500 km and the bus takes 10 hours more than the car. So statements ഇതൊക്കെയാണ്. Speed of the car is 45 km/h. Statement 2 says speed of the bus is 20 km/h. So ഇപ്പോൾ വരുന്ന ഒരു ടെൻഡൻസി, എസ്പെഷ്യലി റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസ് നിങ്ങൾ നോക്കിയാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ ഇത്തരത്തിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അങ്ങനെയുള്ള മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ടെൻഡൻസി, ആ ഒരു ട്രെൻഡ് നമുക്ക് റീസെൻ്റ് ആയിട്ട് കാണാനായിട്ട് കഴിയും. സോ കാൽക്കുലേഷൻസ് അപ്പോൾ നന്നായിട്ട് അറിയണം, ഇക്വേഷൻസിനെ കുറിച്ചൊരു ധാരണ വേണം. അത് ചെയ്തതിന് ശേഷം കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അതോ അത് തെറ്റാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഒരു വെയിറ്റേജ് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ ഇപ്പോൾ കൂടുന്നുണ്ട്. എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 are false. Moving to the next question, the sum of rupees 53 is divided among A, B and C in such a way that A gets rupees 7 more than what B gets and B gets rupees 8 more than what C gets. The ratio of their shares is. Ratio again important ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഏരിയസ് നോട്ട് ചെയ്യുക, ഇത് പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് 25:18:10. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലിസ്റ്റ് 1 കുറച്ച് നമ്പർ സീരീസുകൾ തന്നിരിക്കുകയാണ്. സോ ഒരു 4 സെറ്റ് ഓഫ് നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അവസാനം പി എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ലെറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാല്യൂ ഓഫ് പി ഇൻ ദ സീരീസ്, അതായത് ഓരോ നമ്പർ സീരീസിനെയും ലാസ്റ്റ് ടേം ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ 4 സെറ്റ് ഓഫ് സീരീസുകളാണ് തന്നിരിക്കുന്നത്. സോ ഇതും യൂഷ്വലി നമ്പർ സീരീസിന് വരുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറി മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി. റൈറ്റ് ആൻസർ ആയിട്ട് ഫൈനൽ ആൻസർ കീഴിൽ തന്നിരുന്നത് ഓപ്ഷൻ സി ആണ്. A3, B2, C4 and D1.
Moving to the next question, ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ഷിഫ്റ്റിലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യങ്ങളും അതിൻ്റെ റൈറ്റ് ആൻസേഴ്സും. സോ ആദ്യം നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് തന്നിരുന്ന ഡേറ്റ എന്താണെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. The following table presents the percentage distribution of production of various models of laptops A to F manufactured by a company over 2 consecutive years in 2019 and 2020. So A to F, അങ്ങനെ A മുതൽ F വരെയുള്ള ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ലാപ്ടോപ്സ് ഒരു കമ്പനി 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് 2019ലും 20ലും അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദെയർ പ്രൊഡക്ഷൻ, ഈ ഇത്രയും മോഡൽസ് ഓഫ് ലാപ്ടോപ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ നമ്പറും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2019 35 lakh ആണ് ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്ത ലാപ്ടോപ്സിൻ്റെ എണ്ണം. 2020 അത് 44 lakhs ആണ്. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യേണ്ടത്. സോ 2 ഇയേഴ്സിലെ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ A to F, A മുതൽ F വരെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ലാപ്ടോപ്സിൻ്റെ പ്രൊഡക്ഷൻ്റെ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡേറ്റയിൽ തന്നിരിക്കുന്നത്. സോ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ആദ്യം ഡേറ്റ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ആ ഡേറ്റ കൃത്യമായി ഇൻ്റർപ്രറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസിന് ആവശ്യമായിട്ടുള്ള കാൽക്കുലേഷനിലൂടെ ഉത്തരം കണ്ടെത്തുക. അതാണ് നമ്മളുടെ ഈ ഒരു ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നമുക്ക് വേണ്ട ഒരു അപ്രോച്ച്. സോ ഇതിൽ നിന്ന് ആദ്യമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോഡൽ F ലാപ്ടോപ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2019 to the number of model C laptops produced in 2020? സോ DI റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു മാരത്തൺ വീഡിയോ സീരീസ് തന്നെ നമ്മൾ ചെയ്തിരുന്നു. സോ DIയുടെ ബേസിക്സ് തുടങ്ങി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷൻസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് നിങ്ങൾ എക്വിപ്പ് ചെയ്യുന്ന ചില പ്രാക്ടീസ് സെഷൻസ് കൂടി ഉൾപ്പെടുന്ന മാരത്തൺ വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ DI ഇതുവരെയായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ DI ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നവർക്ക് നമ്മുടെ ഈ ചാനലിൽ തന്നെ ആ മാരത്തൺ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യാം. അതിനുശേഷം യു ക്യാൻ ജസ്റ്റ് യൂസ് ദിസ് ക്വസ്റ്റ്യൻ ഫോർ യുവർ പ്രാക്ടീസ്. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നില്ല. സോ ബേസിക്സ് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതിനകത്ത് ആൻസേഴ്സ് പറയുന്നുണ്ട്. സോ ആ ബേസിക്സ് നന്നായി തറവായി പഠിച്ചതിന് ശേഷം പ്രാക്ടീസിന് വേണ്ടി ഈ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുക, ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. എനിവേ ദ റൈറ്റ് ആൻസർ for this question is option B. 35:66 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. Next question from DI. If 90% of the model D laptops produced in each year were sold by the company, then how many model D laptops remained unsold? The right answer given was option C. Then we have the next question. Total number of laptops of models A, B and E produced in 2019 was 2019 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മോഡൽ A, B and D ഈ 3 മോഡൽസിൻ്റെ ടോട്ടൽ നമ്പർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. The right answer is 21 lakhs. Next question. If the percentage production of model A laptops in 2020 was same as that in 2019, then the number of model A laptops produced in 2020 would have been, and we have various options given here: 14 lakh, 13.2 lakh, 11.7 lakh and 10.5 lakh. The right answer is option B, that is 13.2 lakhs. Last and final question from DI. What was the difference in the number of model B laptops produced in 2019 and 2020? Various options തന്നിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, 3.55 lakhs. സോ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമേ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യാം. ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുക, വീഡിയോ പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. അതിനുശേഷം റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു എന്ന് ചെക്ക് ചെയ്യുക. സോ ഇതിനു മുമ്പ് ബേസിക് ആയിട്ട് DIയിൽ വേണ്ട അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ പ്രീവിയസ് DI ബേസ്ഡ് ആയിട്ടുള്ള മാരത്തൺ വീഡിയോ പോലെയുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ സെഷനിലെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ദാറ്റ് ഇസ് ഫ്രം റീഡിംഗ് കോംപ്രിഹെൻഷൻ. സോ ഒരു പെർട്ടിക്കുലർ പാസേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ പാസേജിനെ ബേസ് ചെയ്ത് നമുക്ക് 5 ചോദ്യങ്ങളുണ്ടാവും. ആ 5 ചോദ്യങ്ങൾ പാസേജിൽ നിന്ന് കൃത്യമായി ആശയം മനസ്സിലാക്കി ആൻസർ ചെയ്യുക. അതാണ് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നമുക്ക് വേണ്ടുന്നൊരു പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഞാൻ ഈ എൻറ്റയർ പാസേജ് ഇപ്പോൾ വായിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതും പാസേജ്, ഈ ഒരു പാസേജ് അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷനും നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. സോ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു പാസേജ് വായിച്ചു നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ പാസേജിൽ നിന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫുഡ് വേസ്റ്റേജ് ഓൾസോ കോസസ്, ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ് ദ റിച്ച് പെർ ഡിവൈഡ്, increase in contagious diseases, harvest issues and environmental pollution. And the right answer for this question is option D, that is environmental pollution. Next question, the Clean Plate campaign indicates a need for dash to reduce food wastage.
strict punishment, public awareness, new processing techniques, improved packaging methods. The right answer is option B, that is public awareness. Moving to the next question, what are the measures suggested to reduce food wastage? And we have the options: better storage and transport facilities, establishment of cold chain systems, closure of points of food wastage, and restrictions on weddings. And we have to choose the correct answer from the options that are given here. So the right answer for this question is option A, which includes option A and B. Next question, a major fallout of enormous amount of food wastages: more food production, uneven access to market, large number of people going hungry, and the final option is more investment in the farm sector of developing countries. The right answer is option C, that is large number of people going hungry. Last and final question, reading comprehension adupole nammude commerce shift 3 le ettom oduvilatte chodyam, that is stoppage of food wastage is needed in the interest of, and we have the options: food production, national food mission, bring down the number of countries in global hunger index, and making food available to all. And the right answer is option D, that is making food available to all. So NTA UGC in December 2021 and June 2022 le commerce shift 3 adil chodichittulla paper 1 questions answers aanu nammal check cheythathu. So ningalde next net attempt il idil chodicha questions thirchayittum ningalku helpful avum. Areas identify cheyanum questions nodu ettom recent aayittulla questions nodu or exposure undavunathu eppozhum nammade adutha preparation ne korchude up to date aakanayittu helpful aanu. So aa reethiyil ningalku ee oru video use cheyanayittu sadikkunnathaanu. So thanks for watching and happy learning.